140 കോടി ജനം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. തീവ്രമായ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്. അതിന് നേതൃത്വം നൽകിയതാവട്ടെ ഇന്ത്യയുടെ ഋഷിതുല്യനായ തലവൻ മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയെ ഇന്ത്യയിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് BJP. ഇന്ത്യയുടെ ഇടനാഴികളിൽ രാഷ്ട്രപിതാവിന്റെ രക്തം കൊണ്ട് കളം വരച്ച് അവിടെ താമര വിരിയിക്കാൻ ശ്രമിക്കുകയാണ് BJPയുടെ വർഗീയ രാഷ്ട്രീയ ഇന്ത്യയിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. രക്തദൂഷിത കിരാത ചരിത്രം തീർത്ത ഗോഡ്സെയെ ഇന്ത്യയുടെ ചരിത്ര താളുകളിൽ പാവന വ്യക്തിയായി പ്രതിഷ്ഠിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ ചരിത്രം തുടച്ചു നിൽക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ സംഘപരിവാർ സംഘടനയായ ഹിന്ദു മഹാസഭ പുകഴ്ത്തി. ആ ഗോഡ്സെയുടെ കുടുംബത്തെ ബഹുമാനിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നതാണ് ഹിന്ദു മഹാസഭ പറഞ്ഞത്. മധുര പലഹാരവും വിതരണവും നടന്നു. ഗാന്ധിയെ 3 തവണ നിറയൊഴിച്ചാണ് ഗോഡ്സെ ഈ കൃത്യം നടപ്പിലാക്കിയത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് RSSകാർ ആരാധിക്കുന്ന VD സവർക്കർ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ഗോഡ്സെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും പ്രവർത്തകനായിരുന്നു. പിന്നീട് 1940കളിൽ ഗോഡ്സെ ഹിന്ദു രാഷ്ട്രദൾ എന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1948 ജനുവരി 30 വൈകുന്നേരം തന്റെ പതിവ് പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുവാനായി മനുവിനും അഭയയ്ക്കുമൊപ്പം ബിർള ഹൌസിലെ പുൽത്തകിടിലേക്ക് നടന്നു പോവുകയായിരുന്ന ആ വയോധികന്റെ നെഞ്ചത്തേക്ക് 3 വെടിയുണ്ടകൾ പായിച്ച് നാഥുറാം തന്റെ ഹിന്ദു തീവ്രവാദത്തിന്റെ ആചാരം വാങ്ങി ആ മഹാപ്രഭാ വ്യക്തിയെ അവസാനിപ്പിച്ചു. ആജീവനാന്തം അഹിംസയ്ക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തിയ നാവുകൊണ്ട് അവസാനമായി ഹേ റാം എന്ന് വിളിച്ച് പ്രതിഷേധ ലേശമില്ലാതെ ആ മഹാത്മാവ് മരണത്തിന് കീഴടങ്ങി. ലോകം ആദരിക്കുന്ന മഹാത്മാവിന്റെ മരണം അവിടെ പൂർത്തിയായിരുന്നു. ആ വധം നടപ്പിലാക്കിയ നാഥുറാം വിനായക് ഗോഡ്സെയുടെ കുപ്രസിദ്ധി മരണാനന്തരവും അവശേഷിച്ചു. ആ വിഴുപ്പാണ് BJPയും RSSും തലയിലേറ്റി സ്വയം അഭിമാനിതരാവുന്നത്. ഏകദേശം 1 വർഷം നീണ്ട വിചാരണയ്ക്കു ശേഷം 1949 നവംബർ 8 ഗോഡ്സെയ്ക്ക് ഇന്ത്യൻ നീതിന്യായ കോടതി വധശിക്ഷ വിധിച്ചു. ഗാന്ധിജിയുടെ പുത്രന്മാരായ രാംദാസ് ഗാന്ധിയും മണിലാൽ ഗാന്ധിയും ഗോഡ്സെയുടെ വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന് കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഗാന്ധിജി വധശിക്ഷക്കെതിരെയാണ് എന്നതായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ എന്നിവരടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വം ഗോഡ്സെയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1949 നവംബർ 15 അംബാല ജയിലിൽ ഗോഡ്സെ തൂക്കിക്കൊന്നു. ഗാന്ധിയുടെ രക്തം കൊണ്ട് ഇന്ത്യയുടെ മാറിൽ ആഴത്തിലുള്ള ആദ്യ മുറിവേൽപ്പിച്ച വിനായക് നാഥുറാം ഗോഡ്സെ ഇപ്പോൾ RSS സംഘപരിവാറിന്റെ വീരപുരുഷനാണ്. ഗാന്ധിജിയെ മാറ്റി പകരം ഗോഡ്സെയെ രാഷ്ട്രപിതാവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളാണ് തകൃതിയായി നടക്കുന്നത്. പരസ്യമായി രാഷ്ട്രപിതാവിനെതിരെ പ്രവർത്തിക്കാൻ സമ്മേളിക്കുകയും ഗാന്ധിസം ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മഹാസഭയുടെ നടപടി എന്ത് ധൈര്യത്തിലായിരിക്കും മോദി എന്ന സംഘീയ ഭരണകർത്താവിന്റെയും ആഭ്യന്തരമന്ത്രിയായ RSSകാരൻ അമിത് ഷായുടെയും? ഇവരുടെ രണ്ടുപേരുടെയും ധൈര്യത്തിലാണെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ ഇവിടെ മതനിരപേക്ഷയെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയുണ്ട്. അവരുടെ മുന്നേറ്റം ഒരുപക്ഷെ നിങ്ങളുടെ വർഗീയ വടവൃക്ഷത്തെ കടപുഴകും. ശേഷം നിങ്ങളുടെ വർഗീയതയുടെ നെറുകയിൽ അവസാന ആണിയും അടിക്കും എന്നതിൽ സംശയം വേണ്ട. ഇന്ത്യൻ മണ്ണിലെ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയാണ് തന്റെ അവസാന ശ്വാസം വരെ ഗാന്ധിജി നിലകൊണ്ടത്. ഇന്ത്യയെ കാർന്നു തിന്നാൻ ശേഷിയുള്ള മതവർഗീയതയ്ക്കുള്ള മറുമരുന്നാണ് അന്നും ഇന്നും ഗാന്ധിജി. ഗാന്ധിജിയുടെ ഓർമ്മകൾ പോലും വർഗീയതയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ മോദിക്കും അമിത് ഷായ്ക്കും ഹാലിളകുന്നതും. ഭരണഘടനാ ശില്പി അംബേദ്കറെയും മറ്റ് രാജ്യശില്പികളെയും അവഹേളിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഇവർ ഇന്ന് ഈ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വിയർപ്പാണ്. ആ മഹാത്മാവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ എഴുതിയ ഗോഡ്സെ ചരിത്രത്തിന്റെ താളിൽ ഗാന്ധിയുടെ ഓർമ്മകളാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്. ആ അസഹിഷ്ണുതയാണ് നിങ്ങൾ ഗാന്ധിയുടെ പേര് തുടച്ചു നീക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.